കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ഡിസംബർ 25-ന് രാത്രി 11:30 കൂടിയാണ് മോഷണം നടക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് കൊല്ലം സ്പെഷ്യൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയുടെ 4 പവൻ സ്വർണ്ണമാലയാണ് മോഷ്ടാവ് അപഹരിച്ചത്. ട്രെയിനിന് സമീപം നിന്ന യുവാവ് വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ വിൻഡോ സീറ്റിന് സമീപമെത്തുകയും യുവതിയുടെ മാല പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ പൊട്ടിക്കുകയുമായിരുന്നു. മോഷണത്തിന് ശേഷം അമൃത എക്സ്പ്രസിൽ കയറിയ പ്രതി ഉറങ്ങിക്കിടന്ന മറ്റൊരു യുവതിയുടെ ഫോണടങ്ങിയ ബാഗും അപഹരിച്ചു. ഞങ്ങളെല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്ത് ഇവർ ലൊക്കേഷൻ നമുക്ക് ആദ്യം കിട്ടുന്നത് പിരിമേടെന്ന് ലൊക്കേഷൻ മാറി കുട്ടിക്കാനും മരിയൻ സെൻറ്ററിൻ്റെ അവിടെ വന്നു. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി കിട്ടി. കാഞ്ഞിരപ്പള്ളി നമ്മളിവിടെ ഒരു പ്രൈവറ്റ് കാർ എടുത്ത് എല്ലാവരും കൂടെ പോയപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വീട്ടിൽ ഈ പെയിൻറ്റിങ് തൊഴിലാളിയായിട്ടൊരു മാലിക്കിൻ്റെ കൂടെ ജോലി ചെയ്യാം. അങ്ങനെ അവിടെ വെച്ച് നോക്കിയപ്പം ഈ മാല റിക്കവറിയും കിട്ടി. അതിനുശേഷം നാഗമ്പടം പാലത്തിൻ്റെ അടി വന്ന് മൊബൈൽ ഫോണും മറ്റാ ബാങ്ക് മാനേജരും മറ്റു സാധനങ്ങളുമൊക്കെ റിക്കവർ ചെയ്തു. CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് ആസാം സ്വദേശിയായ അബ്ദുൾ ഹുസൈനിലേക്ക് പോലീസ് എത്തുന്നത്. പ്രതിയെ ഇന്ന് രാവിലെയോടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് റെയിൽവേ പോലീസ് പിടികൂടി. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അയ്യപ്പ ഭക്തർ ധരിക്കാറുള്ള കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു പ്രതി സഞ്ചരിച്ചിരുന്നത്. കഴിഞ്ഞ 1 വർഷമായി കാഞ്ഞിരപ്പള്ളിയിൽ പെയിന്റിംഗ് തൊഴിലാളിയാണ് അബ്ദുൾ ഹുസൈൻ. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.